എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഡോക്ടറെ? കുഴപ്പമൊന്നുമില്ല. ഞാൻ കുറച്ച് ഗുളിക എഴുതിത്തരാം, ഫാർമസിന്ന് വാങ്ങിച്ചാൽ മതി. അല്ല, കുഴപ്പമൊന്നുമില്ലെങ്കിൽ പിന്നെ ഗുളിക കഴിക്കേണ്ട കാര്യമില്ലല്ലോ ഡോക്ടറെ. ഇത് അയൺ ആൻഡ് കാൽസ്യം ടാബ്ലറ്റ്സ് ആണ്. അല്ലേ, ചോദിച്ചോളൂ. ഡോക്ടറെ, നമുക്ക് ഈ കുട്ടി ആണാണോ പെണ്ണാണോ എന്നൊന്ന് പറഞ്ഞു തരുമോ? അത് നമ്മൾ അങ്ങനെ സ്കാൻ ചെയ്യുന്നത് ഇല്ലീഗലാണ്. കുട്ടി ആണാണേലും പെണ്ണാണേലും ദൈവം തരുന്നത് സന്തോഷത്തോടെ സ്വീകരിക്കുക. അല്ല, സന്തോഷക്കുറവുണ്ടായിട്ടല്ലേ ഡോക്ടർക്ക് ഇതിൽ നോക്കി ഇല്ല, അറിയാം. നമുക്കത് അറിയാൻ പറ്റത്തില്ല. അപ്പൊ രമേശനില്ലേ, രമേശൻ പറഞ്ഞ ഡോക്ടർക്ക് എന്തെങ്കിലും വെള്ളം കുടിക്കാൻ തന്നാ പറഞ്ഞു തരുമെന്ന്. അപ്പൊ ശരിയാണ്. ഇന്നെന്തായാലും ഫ്രൂട്ട് സാലഡ് വേണോട്ടാ. മേടിച്ച് തരാ, തള്ള കാണാതെ ഞാൻ കൊണ്ടുവന്ന് തരാം. എന്റെ തീറ്റിക്കൂല. ഇവിടെ വാ. ഒന്നനങ്ങി നടക്കോ? അപ്പൊ നിനക്കാണോ അവക്കാണോ ഗർഭം? ഇല്ലമ്മേ, ഡോക്ടർ പറഞ്ഞേ തട്ടല്ലേ നടക്ക്. ലോകത്തൊരു പെണ്ണ് ഗർഭിണിയായിട്ടില്ലാന്ന് തോന്നുവല്ലോ ഇത് കണ്ട. ഇഷ്ടിയായി പോയി. എന്തായിടാ പോയിട്ട്? അമ്മ ദൈവം അനുഗ്രഹിച്ച് ഒരു കുഴപ്പമില്ല. ഇനി ഒരു മാസം കഴിയുമ്പോ പോയി ഒരു എക്സ്റേ കൂടി എടുക്കണം. എക്സ്റേ ഇല്ല, സ്കാനിങ്. സ്കാനിങ്. എന്ത് സ്കാനിങ് ആണെങ്കിലും ഞാൻ പറഞ്ഞാ നിങ്ങളോട്, അവളുടെ വയറ് കണ്ടപ്പോ ഒരു കുഴപ്പമില്ല. ഞാൻ പറയണ കേൾക്കൂല. ഈ ആശുപത്രി ചെന്നിട്ട് കണ്ണി കണ്ട മിഷീനൊക്കെ എടുത്ത് വയറ്റിലോട്ട് വെക്കാഞ്ഞിട്ടാണ് അവന് കുഴപ്പം മുഴുവൻ. എന്നിട്ടാണ് ഈ കണ്ട ഗുളികയൊക്കെ തന്നത്. കൃത്യമായിട്ട് കഴിക്കണമെന്ന് പറഞ്ഞു ഡോക്ടർ. ഇനി കുറെ വിഷം എടുത്തു തരും. എന്റെ കൊച്ചെ, ഈ ഗുളിക ഇങ്ങനെ കഴിക്കാൻ വേണ്ടിട്ട് നിനക്ക് വല്ല അസുഖം ഉണ്ടോ? അമ്മ, ഇത് കാൽസ്യം ഗുളികയാ. കാൽസ്യം ആണെങ്കിൽ എന്താണെങ്കിലും ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഞാനൊക്കെ കാൽസ്യം ഒക്കെ കഴിച്ചിട്ട് എങ്ങനെ പറ്റത്? നിങ്ങൾക്കറിയാലോ, 5 പെറ്റതാ ഞാൻ. ഈ പറമ്പിലുള്ള കുറെ പെണ്ണുങ്ങളുടെ പ്രസവം എടുത്തിട്ടുണ്ട്. ഈ പാടത്തും പറമ്പിലൊക്കെ പണിക്കും പോയി കുടുംബത്തെ പണിയും കഴിഞ്ഞിട്ടാണ് നിന്നെയൊക്കെ പ്രസവിച്ചത്. നിനക്കൊക്കെ എന്ത് കുഴപ്പമുണ്ട്? അമ്മ അങ്ങനെ ചെയ്തോണ്ടാണ് എന്റെ കോലം ഇങ്ങനെ ഇരിക്കണം, കയ്യും കാലും ഒക്കെ വളഞ്ഞി. എന്താടാ നിനക്കൊരു കുഴപ്പം? എന്താ നിനക്കൊരു കുഴപ്പം? എന്ത് വർക്കത്തുണ്ടാ നിന്നെ കാണാൻ? വലിയ വർക്കത്താണ്. ഒരു സാധനം പറ്റി വെച്ചേക്കണ കോലം കണ്ടില്ലേ? എന്റെ ഭാഗ്യം കൊണ്ടാണ് എനിക്ക് മണ്ടൂനെ കിട്ടിയത്. നല്ല മക്കളെങ്കിലും ഉണ്ടാവുമല്ലോ. ഭാഗ്യമാണെങ്കിൽ എടുത്ത് മടിയിലോട്ട് ഇരുത്തിക്കോ, അനങ്ങാതെ ഇരിക്കട്ടെ ഇങ്ങനെ. പിന്നെ എന്ത് പറഞ്ഞു ഡോക്ടർ? പിന്നെ ഡോക്ടർ പറഞ്ഞ് ഫുള്ള് റെസ്റ്റ് വേണം, ഭർത്താവ് എപ്പോഴും കൂടെ ഉണ്ടാവണം, പിന്നെ ഓറഞ്ചും ആപ്പിളൊക്കെ കഴിക്കാൻ കൊടുക്കണം, കട്ടിലേന്ന് എണീക്കണ്ടെന്ന് പറഞ്ഞു. കട്ടിലേന്ന് എണീക്കണ്ട. ഡോക്ടർ അങ്ങനെ പലതും പറയും. അതും കേട്ടോണ്ട് ഇവിടെ കാലമേ കാലം കേട്ടിരിക്കാനാ നിങ്ങളുടെ ഭാവം. അമ്മ, എന്റെ കാലില് നീരാണമ്മേ. നീരൊക്കെ ഉണ്ടാവും. ആ നീര് മാറണമെങ്കിൽ മേലനെങ്കിൽ പണിയെടുക്കണം. ആ മുറ്റമൊക്കെ അടിച്ച് പാത്രമൊക്കെ കഴുകി വെച്ച് നോക്കിയേ, എല്ലാ അസുഖവും മാറും. ഇനി അഥവാ ഡോക്ടർ പറയണ കേട്ട് ഇവിടെ കയറി അനങ്ങാതിരിക്കാനാണ് നിന്റെയൊക്കെ ഭാവമെങ്കിൽ ഇപ്പൊ ഇറങ്ങിക്കോളാം സ്വന്തം വീട്ടിലോട്ട്. അമ്മ ഒന്ന് മാറ്റി വെക്കാം, ആ കുഞ്ഞ് പേടിക്കൂലേ? എടാ ചെറുക്ക, ലോകത്തെ ആദ്യത്തെ ഗർഭിണിയൊന്നും അല്ല നിന്റെ ഭാര്യ. നീ എന്താ ഉദ്ദേശിക്കണം? നിനക്കാണോ അവക്കാണ് ഇപ്പൊ ഗർഭം? നമ്മുടെ കുഞ്ഞല്ലേ അമ്മ, ഇത് നമ്മുടെ വീട്ടിൽ വരണ്ടല്ലേ. നീ പോയിക്കടി, ആകത്തുള്ള പാത്രമൊക്കെ കഴുകി വെച്ചേ. എനിക്ക് പറ്റുന്നില്ല പാത്രങ്ങളും. എടാ നീ ഇവിടെ പോണ്? ഇവിടെ വാ. നിന്നോട് ആര് പറഞ്ഞു ഇപ്പൊ അങ്ങോട്ട് പോവാൻ? ആക്കി കൊടുക്കാൻ വേണ്ടിട്ട്. ഇവിടാ, എന്നാ ഇത് ചെയ്. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അവക്ക് കൂട്ടിരിക്കാനല്ലേ. ഉണ്ടോന്ന് അവളെടുക്കാത്തത് എന്ത്? എല്ലാം ഉണ്ടല്ലോ കയ്യില്. തുറക്കണ്ടാ. ഇത് മതിയാ? ഇച്ചിരി കൂടി ചെറുതെടുക്ക്. ഇതുള്ള ചെറുത്. ആ വലിയ മടലെടുത്ത് കീറടാങ്ങാട്. Ja, Kwani. Ja. Det är jag som är svämmad då. Det kan vara en professor nu, det kan vara så spännande. Ja. Ja. Tack, ja. Så, ba. വിരലൊടിച്ചെടുക്കുമല്ലോ നീ. എന്ത് പറഞ്ഞ ഡോക്ടർ? 8 മണിക്ക് കയറ്റാണ്, ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നിനക്ക് ബാ തുറന്നാലും ചോദിക്കായിരുന്നില്ലേ? അവൻ കൊറേ ചോദിക്കും.
അവൻ അന്നേരം മുതൽ ആദ്യം പിടിച്ചിരിക്കണം. എന്ത് കാര്യത്തിനാവോ? എന്താ കേൾക്കാ? നീ ആദ്യം കൂടെ നട്ടഹസിക്കണ്ടായല്ലോ. അവന്റെ വിചാരം ലോകത്ത് ആദ്യത്തെ ഗർഭിണി അവന്റെ ഭാര്യ എന്നാ. ഞാൻ നിന്നെയൊക്കെ പറ്റപ്പോ നിങ്ങളുടെ അച്ഛൻ ഇതേപോലെ പുറം കാണുന്നത് ഞാൻ കണ്ടിട്ടില്ല. അന്നാ സ്നേഹത്തിന് വല്ല കുറവുണ്ടായോ? അതുമില്ല. എന്റെ അമ്മ പണ്ടത്തെ മാതിരി നല്ല ഈ സമയത്ത് ഭർത്താവിനൊരു പരിചരണം ഭാര്യക്കുണ്ടാവണത് നല്ലതാ. അപ്പൊ സയൻസ് അടക്കം പറയുന്നു. ഓ പറയട്ടെ പൊന്നോ. ചേട്ടനൊന്ന് ഇന്ന് കാര്യമായിട്ട് ചോദിക്കേട്ടാ. ഞാൻ എന്ത് ചോദിക്കാനാടാ? അല്ല, അവര് പറഞ്ഞിട്ട് എനിക്കൊന്നും മനസ്സിലാകണില്ല. മനസ്സിലാകണില്ലെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കുക ചെയ്യേണ്ടത്. ഇതൊന്നും മനസ്സിലാക്കാൻ കഴിവില്ലെങ്കിൽ പിന്നെ ഈ ഒന്നും പറയില്ല കേട്ടോ. ഹലോ 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 ഹലോ. ആരാ മകളാ? മകളല്ല, ഭാര്യയാണ്. എനിക്ക് 3 പെൺമക്കളാണ്. ഒരു ആൺകുട്ടി ജനിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് അമ്പലങ്ങളിൽ പോയി വഴിപാടൊക്കെ കൊടുത്ത്, എന്നിട്ട് ഒരു രക്ഷയില്ല. അപ്പോഴാണ് ഒരു സ്വാമി വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ജനിക്കാൻ വേണ്ടി പോണത് തങ്കമായ ഒരു ആൺകുട്ടിയാണ്. ഈ സ്ത്രീധനം അങ്ങോട്ട് കൊടുത്ത് കെട്ടിച്ചാ പോരല്ല, ഇങ്ങോട്ടും മേടിച്ചെടുക്കണ്ടേ, അതിനൊരാള് വേണ്ടേ. അപ്പൊ ജനിക്കാൻ പോണ കുട്ടിയെ കൊണ്ട് സ്ത്രീധനൊക്കെ വാങ്ങിപ്പിച്ചിട്ടേ പോകുന്നർത്ഥം. സുമേഷ് ഞാനാ ഭാര്യ പ്രസവിച്ചു. ഓ എന്താ സ്വാമി പെൺകുട്ടിയാണ്. സ്വാമി ചർച്ച കേട്ടോ. ഇതൊക്കെ ക്യാഷ് കൗണ്ടർ എടുക്കാൻ പറഞ്ഞു. ചെലവുണ്ടിട്ടാ. മന്മഥൻ ജർമ്മനി മന്മഥൻ. ജർമ്മനി ജപ്പാനോ അല്ല, മന്മഥനല്ലേ? അതെ, ജർമ്മനിയിൽ നിന്ന് വന്ന മന്മഥൻ. ഡോക്ടർ വിസിറ്റിംഗ് റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ശരി. പോന്നെ മണ്ടൂന്ന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവും. എന്ത് പറ്റാനാണ്? അവരുടെയൊക്കെ ഭാര്യനെ പിന്നെയാണ് കയറ്റിയത്. അവരൊക്കെ പെറ്റത് കണ്ടോ? അവരൊക്കെ പെറ്റോളും നിന്റെ ഭാര്യയും പെറ്റോളും അവിടെ അനങ്ങാതിരിക്കി. നിനക്ക് പേടിനെങ്കിൽ നീ വീട്ടിൽ പോയിരുന്നാ? വർക്കത്തില്ലാത്ത വർത്താനം പറഞ്ഞോണ്ട് നടക്കണം. What's the matter of tension? No. Okay. Yeah. I'm totally free, man. No. Okay, I will call you back. Okay. See you now. Bye. മിസ്റ്റർ മന്മഥൻ, അത് മാറ്റിക്കോളൂ. ചവിട്ടുന്നത് മാറ്റിക്കളി. Sorry, doctor. Sorry. ഇത് ഈ പുറത്തുള്ള ഹോസ്പിറ്റലുകളിലൊക്കെ ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ട്. See, ഇനി നിങ്ങളുടെ ഹോസ്പിറ്റല് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതാണ് എന്റെ മെയിൻ എയിം. ഈ വരുന്ന തലമുറയുണ്ടല്ലോ, ന്യൂ ജനറേഷൻ, അവർക്ക് ഞാനൊരു മാതൃകയാകണം. ലേബർ റൂമിൽ സഫർ ചെയ്യുന്ന നമ്മുടെ വൈഫുമാരുടെ പെയിൻ ഉണ്ടല്ലോ, അത് നമ്മൾ അറിയണം, ഹസ്ബൻഡ്സ് അറിയണം. എന്നാലേ നമ്മുടെ ആ റിലേഷൻ ഒരു ഇതുണ്ടാവും. അല്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ എന്ത് ഹസ്ബൻഡ്സ് ആണ്, വി ആർ ഇഡിയറ്റ്സ്. അല്ല, മന്മഥന് ഇങ്ങനെ ഒരു തോന്നലുണ്ടാവാൻ കാരണം എന്താ? ഞാൻ ജർമ്മനിയിലെ ബിസിനസ്സാണ് എനിക്ക്. അപ്പോൾ അവിടെ ഇതാണ് അവിടുത്തെ ഒരു പാറ്റേൺ. ലേബർ റൂമിൽ ഹസ്ബൻഡ്സ് ഉണ്ടാവും. ബട്ട് വൈഫിന്റെ ആദ്യത്തെ ഡെലിവറി നാട്ടിലായിരുന്നു, ഇവിടെ. അപ്പൊ ഞാൻ അവിടുന്ന് നേരെ ഇങ്ങോട്ട് ഫ്ലൈറ്റ് എടുത്ത് വരാമെന്ന് പറഞ്ഞ് എല്ലാം ഓക്കെ ആക്കിയിരുന്നു. ബട്ട് സം ബിസിനസ് പ്രോബ്ലംസ് എനിക്ക് വരാൻ പറ്റിയില്ല. അപ്പൊ അന്ന് ഞാൻ വൈഫിന് ചീറ്റ് ചെയ്തു. എന്നിട്ട് ഓള് പ്രസവിച്ചില്ല. പ്രസവിച്ചു, അത് അതിന്റെ വഴിക്ക് പോയി. ബട്ട് ഞാൻ വൈഫിന് കൊടുത്ത വാക്ക് അതെനിക്ക് പാലിക്കാൻ പറ്റിയില്ല. അന്ന് ഞാൻ അവളുടെ കൂടെ ലേബർ റൂമിൽ ഉണ്ടാവും എന്ന് വാക്ക് കൊടുത്താണ് സാർ. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ ഡെലിവറി ടൈമിൽ പ്ലാൻ ചെയ്തൊരു പ്രോജക്റ്റാണിത്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് വേണ്ടത് ഇത് വൈറലാക്കണം. അതിനുവേണ്ടി ഒരു ഫോട്ടോ എടുക്കണം. അല്ലത് ഓൾറെഡി വൈറലുണ്ടല്ലോ. നോ അതുണ്ട്, ഞാൻ ഉദ്ദേശിച്ചതല്ല. വൈറലാക്കണം. അതെ, ആൾക്കാരുടെ സോഷ്യൽ മീഡിയയിൽ എത്തിക്കണം. അപ്പൊ എനിക്കൊരു ഫോട്ടോ എടുത്തിട്ട് അതിന്റെ താഴെ ഒരു ക്യാപ്ഷൻ കൊടുക്കണം, ലേബർ റൂമിൽ ഭാര്യയ്ക്ക് തുണയായി ഭർത്താവ്. അതല്ല, ഇപ്പൊ ഈ ഓൾക്കൊപ്പോ ഓനൊപ്പം എന്നൊക്കെ പറഞ്ഞ പോലെ ഭാര്യക്കൊപ്പോ. ഇത് മന്മഥൻ ഇതിന് പ്രിപ്പയർഡ് ആണല്ലോ അല്ലേ? അല്ല, മാനസികമായിട്ട് പ്രിപ്പയർ ചെയ്തില്ലേ? ഞാൻ എന്റെ ജർമ്മനിയിലെ ഫ്രണ്ട്സുമായിട്ട് ഒരുപാട് ഞങ്ങൾ ഇത് ഡിസ്കസ് ചെയ്തു. മാത്രമല്ല യൂട്യൂബില് ഞാൻ ഒരുപാട് ഡെലിവറി വീഡിയോസ് കണ്ടു. ട്യൂബിൽ ഇതൊക്കെ ഉണ്ട്. നോട്ട് ആ ട്യൂബ്, യൂട്യൂബ്. അപ്പൊ അതൊക്കെ കണ്ട് ഞാൻ പ്രിപ്പയർഡ് ആണ്. ഒരുപാട് പ്ലാനിങ്സ് ഉണ്ട് എനിക്ക്. അവിടെ മൊത്തം പ്രശ്നം നടക്കിയത്. ഇവിടെ ഡിസ്കഷൻ നടക്കുമ്പോഴാണോ ഇങ്ങനെ അനുവാദം ഇല്ലാണ്ട് കയറി വരിക? ഈ ഒരു നേഴ്സല്ലേ? എന്താണ് ഉണ്ണി, എന്താ പ്രോബ്ലം? എന്താ അവിടെ? സാറേ, യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ വന്നിട്ടേ
അവിടെ ഗർഭം ഉണ്ടെന്ന് പറഞ്ഞിട്ട് മൊത്തം കുഴപ്പം നടക്കുകയായിരുന്നു. അതിനെന്താണ് കുഴപ്പം? ഗർഭം ഉണ്ടെങ്കിൽ എന്താ കുഴപ്പം? എന്താ ആണാന്ന് ടെസ്റ്റ് ചെയ്ത് യൂറിൻ. ആണ് ഗർഭം. ഓ സാർ, ഇത് ജർമ്മനിയിൽ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ഗർഭം സാറേ, ഇത് എന്തെങ്കിലും ലാബ് മിസ്റ്റേക്ക് ആയിരിക്കും. അത് തന്നെ, ഈ മിസ്റ്റേക്ക് ജർമ്മനിയിൽ സംഭവിക്കാറുണ്ട്. അത് അവരോട് ഒന്നുകൂടി യൂറിൻ ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യാൻ കേട്ടോ. സാറേ, അത് അവന് നിൽക്കുന്നില്ല. അതിന് ഒരു ഉറുപ്പ് തരാൻ പറ്റില്ല എന്നാ പറയുന്നത്. യൂറിൻ ടെസ്റ്റ് ഉണ്ടെങ്കിൽ ലാബിന് പൈസ അടക്കേണ്ടി വരും. സാർ, ഒരു കാര്യം ചെയ്യോ, ഇനി അതിന്റെ പേരിൽ ഒരു കച്ചറ ഉണ്ടാക്കണ്ട. അയാളുടെ യൂറിൻ ടെസ്റ്റ് ചെയ്തിട്ട് എന്റെ ബില്ലിൽ കൂടെ ആഡ് ചെയ്യും കേട്ടോ. ഇത് അവരോട് പറയൂ, ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യാൻ പറയും കേട്ടോ. മോൻ അത് എന്റെ ബില്ലിൽ ചെയ്താൽ മതി കേട്ടോ മോനെ. ചെയ്തു കൊടുക്ക്, ബുദ്ധിയല്ലേ. ഒന്നുകൂടി ചോദിക്കുകയാണ്, മന്മഥൻ പ്രിപ്പയർഡ് ആണല്ലോ അല്ലേ? മാനസികമായിട്ട് തയ്യാറെടുത്തില്ലെന്നാ സാറ് ചോദിക്കണത്. സാറേ, ഐ എം 100% prepared. ഇല്ലേട്ടാ ഒന്ന് പോയി ചോദിക്കില്ലാണ്ട് ഇവിടെ കിടന്ന് ഉറങ്ങണേന്നാ. എടാ, ഞാനാണോ പ്രസവം എടുക്കണത്? ആണോ? അവിടെ വേറെ ആൾക്കാരില്ലേ? ഞാൻ എന്ത് പോയിട്ട് ഈ ചോദിക്കണത്? ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് നിന്നോട് 2 ദിവസം കഴിഞ്ഞിട്ട് വന്നാ മതി മോനെ എന്ന്. ഇനി നോക്കി അവളിപ്പോ പെറൂല. 2 ദിവസം കൃത്യം 2 ദിവസം കഴിഞ്ഞ അവള് പെറും. അത് പെൺകൊച്ചു നോക്കിക്കോ. എന്താ കണക്ക്? അങ്ങനെ കണക്കുണ്ട്. പഴയ ആൾക്കാർക്ക് അങ്ങനെ പലതും അറിയാം. നീ അവളുടെ വയറ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എടാ, അവളുടെ വയറ് താഴോട്ട് ഇടിഞ്ഞ് മുഞ്ഞി ഇങ്ങനെ കൂർത്തല്ലിരിക്കണത് അത് പെൺകൊച്ചുങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അങ്ങനെ ആൺകൊച്ചാണെങ്കിൽ വയറ് കോട്ടം പോലെ ഇരിക്കും. നല്ല ക്ഷീണം ഉണ്ടാവും. അയ്യോ, ജയിലെന്ത്? ഭാര്യക്ക് ധൈര്യം കൊടുക്കാൻ വേണ്ടിട്ട് ലേബർ റൂമിൽ കയറിയത്. ഓക്ക് അനസ്തേഷ കൊടുക്കുന്ന കണ്ടപ്പോ തന്നെ ജർമ്മനിന്റെ ബോധം പോയി. കാഷ്വാലിറ്റിയിലേക്ക്. പ്യാരജാതന്റെ ഭാര്യയുടെ ഡെലിവറി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഓപ്പറേഷൻ വേണ്ടി വരും. അയ്യോ, കൺസെന്റ് ഒപ്പിടണം. ഒന്ന് റിസപ്ഷനിലേക്ക് പോയി. എന്നപ്പോഴേ പറഞ്ഞല്ലേ വലിയേട്ടനോട് കയറി ഒന്ന് ചോദിക്കുന്നു. ഞാൻ കയറി ചോദിച്ചാലും ചോദിച്ചിട്ടില്ലെങ്കിൽ ഇതൊക്കെ സംഭവിക്കില്ലേ? ഇത് എന്തിനാണ് ഈ കരയാൻ നിൽക്കണത്? ആവശ്യമില്ലാത്ത കാര്യമായി പോയി ചെയ്തത്. ഇവിടെ ചെല്ലാൻ പറഞ്ഞെന്ന് വെച്ചാൽ അങ്ങോട്ട് ചെല്ലടാ. പാലൊക്കെ ഒന്നോട് തരട്ടെ, മിണ്ടാണ്ടോട് ഇരുന്നാ. ഒന്നും ഡോക്ടറോട് ചോദിക്കില്ലേട്ടാ. ഇങ്ങോട്ട് നീക്കട പോകാം. ഞാൻ അവിടെ പോയിട്ട് ഒപ്പിടൊക്കെ വേണ്ടി വരും. നീയാണ് ഭർത്താവ്, ഞാനല്ല. ഇന്നലെ എന്നോട് തന്നെ ഇതൊക്കെ പറയണം. ചേട്ടനങ്ങനെ ഇട്ടാ പോലെ. ഡോക്ടറെ, ഞങ്ങള് മണ്ടോദരിയുടെ ബന്ധുക്കളാണ്. ഇയാളാണ് ഭർത്താവ്, ഞാൻ ഏട്ടനാണ്. ഇത് അമ്മ. അവളെ നോക്കുന്ന ഡോക്ടർമാരാണ്. നിങ്ങൾ ഈ ഓപ്പറേഷൻ കൺസെന്റ് ഒക്കെ ഒപ്പിട്ട് കൊടുത്തല്ലോ അല്ലേ? അത് ഒപ്പിട്ട് കൊടുത്തിട്ടില്ല ഡോക്ടർ. 1-2 സംശയങ്ങളുണ്ട്. അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്തിട്ട് മതി എന്ന് വിചാരിച്ചു. അതായത് ആരോഗ്യമുള്ള തങ്കക്കൂടത്തിന് സ്വാഭാവികമായിട്ടുള്ള പ്രസവം എന്നാണല്ലോ സർക്കാർ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് കഴിയുന്നത് നമുക്ക് ഈ ഡെലിവറി മറ്റേ സിസേറിയൻ ഒഴിവാക്കിയിട്ട് നോർമൽ പ്രസവത്തിലേക്ക് തന്നെ കാത്തുകൂടെ എന്നുള്ളതാണ്. നിങ്ങൾക്ക് വിവരം വിദ്യാഭ്യാസം ഒന്നുമില്ലേ? ഇത് നിങ്ങളെ കേസ് കോംപ്ലിക്കേഷൻ ആണ് മണ്ടോദരിന്റെ. അതുകൊണ്ടാണ് നമ്മളിത് വേണമെന്ന് പറയുന്നത്. പറഞ്ഞു കൊടുക്കുന്നത് ഇപ്പോഴത്തെ ആ കുട്ടിയുടെ ഇപ്പോഴത്തെ പൊസിഷൻ അനുസരിച്ച് നമ്മൾ എടുത്തൊരു തീരുമാനമാണ്. അല്ല ഡോക്ടറെ, അതിപ്പോ ഈ സിസേറിയൻ ഒരുപാട് കൂടി വരുന്നു ആശുപത്രികളിൽ എന്ന് പറഞ്ഞിട്ട് പത്രങ്ങളിലൊക്കെ ഒരുപാട് കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ആശങ്ക ഉണ്ട് അതിന്റെ. ഇത് ഈ പത്രക്കാർക്കും വാർത്തകളിലൊക്കെ എന്ത് വേണമെങ്കിലും പറയാം. ഇതിപ്പോ നിങ്ങളെ പോലുള്ള ആളുകൾ തന്നെ, ഇത് പറയുന്ന ആളുകൾ തന്നെ ഈ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഡോക്ടേഴ്സിന്റെ കോളർ പിടിക്കും അല്ലേ? ഇല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ ഗ്ലാസ് തല്ലി പൊളിക്കും. ഇപ്പോ അമ്മയ്ക്കും കുഞ്ഞിനും എന്തെങ്കിലും വലിയ പ്രോബ്ലം വരുന്നു തോന്നുന്ന ഘട്ടത്തിൽ ഓപ്പറേറ്റ് ചെയ്താൽ പോരെ? അല്ല, എന്താ പേരെന്താ? പേര് സതീശ്. സതീശീലൻ. ഇത് ഒരു സെക്കൻഡ് കൊണ്ട് എടുക്കുന്ന തീരുമാനം അല്ല. ഇത് നമ്മളിത് ഘട്ടം ഘട്ടമായിട്ട് ഈ കുട്ടിയെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടറെ, ഈ കള്ളത്തിലൊന്നും ഇവിടെ പറ്റൂല. ഞങ്ങളുടെ അടുത്ത് പറ്റൂല. നിങ്ങൾക്ക് പൈസ വേണമെങ്കിൽ ആ കാര്യം പറഞ്ഞാൽ മതി. അല്ല, മിണ്ടാക്കടാ. പറയണ്ടേ? അല്ല, ഇത്രയും നാളും നിങ്ങളുടെ ആശുപത്രിയിൽ കയറി ഇറങ്ങിയല്ലേ ഇവനും അവളും അല്ലേ? അപ്പൊ നിങ്ങൾക്ക് എന്താ മനസ്സിലായി? കൊടുക്കാവുന്നതിന്റെ ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് ആണ്. പിന്നെ എന്താ ഇങ്ങനെ വന്നത്? നിങ്ങളെ എല്ലാ മാസവും ഇവിടെ വിളിച്ചു വരുത്തി ആ കൊച്ചിന്റെ
മിണ്ടാതിരിക്കാൻ. ഞാൻ പറയട്ടെ ഇല്ല, എനിക്ക് ഇങ്ങനെ പറയാൻ അറിയാൻ പാടുള്ളൂ. നിങ്ങൾ എല്ലാ മാസവും വിളിച്ചു വരുത്തി ആ പെങ്കൊച്ചിന്റെ വയറ്റ് തോര മിഷ്യം പിടിപ്പിക്കുക, വിഷമുള്ള ഗുളിക തിന്നാൻ കൊടുക്കുക ചെയ്തു. ഇതൊന്നും നോക്കണ്ടായിരുന്നു. അല്ല പറയട്ടെ, ഇത് പറഞ്ഞു മനസ്സിലാക്കൂ. ഇത് എന്താ കാര്യം വെച്ചാല് ആ കുട്ടിക്ക് ആവശ്യമായിട്ടില്ല, എന്റെ കുറവുണ്ടായിരുന്നു, അതിനാണ് ആ ഗുളിക. ഡോക്ടറെ ഇതേ ഇപ്പഴല്ല ഈ പ്രസവം എന്ന് പറഞ്ഞ സംഗതി ഇപ്പൊ ഉണ്ടായതല്ല. ഞാൻ 5 പെറ്റ, നിങ്ങൾക്ക് അറിയാമോ? 5 മക്കളുണ്ട് എനിക്ക്. ഈ കാണാവുന്ന പെൺപിള്ളേരുടെ ഒക്കെ പ്രസവം എടുത്തിട്ടുണ്ട്. അപ്പൊ എന്നെ നിങ്ങൾ പിന്നെ ഇവിടെ കൊണ്ടുവന്ന് പരിശോധിപ്പിച്ചത് ഇപ്പൊ ഞങ്ങൾക്ക് ഇത്രേ പറയാൻ പറ്റുള്ളൂ. ഞങ്ങളോളെ കീറി മുറിക്കണില്ല. കീറി മുറിക്കണ്ട. തിരിച്ചെടുക്കൂ സർക്കാരെ, തിരിച്ചെടുക്കൂ സർക്കാരെ, തിരിച്ചെടുക്കൂ, 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 പാവം ഞങ്ങളെ തിരിച്ചെടുക്കൂ, പാവം ഞങ്ങളെ തിരിച്ചെടുക്കൂ, പാവം ഞങ്ങളെ തിരിച്ചെടുക്കൂ, പാവം ഞങ്ങളെ തിരിച്ചെടുക്കൂ. സാറേ സാക്ഷികൾ വന്നിട്ടുണ്ട്. വന്നിട്ടോ? അത് ശരി. എന്നായത് മുതോ ഒപ്പിടിച്ചാ സാറേ ഉപ്പ്. ഞാൻ എന്തിനാ സാക്ഷി ഒപ്പിടുന്നത്? സാക്ഷിയല്ല, ഇത് പാലത്തിന്റെ പ്രോജക്ട്. കല്യാണത്തിൽ കൂടാൻ വന്നോ? ഊണ് കിട്ടിയടാ. അല്ല മരുവനാ, മരുവന ഒപ്പിടുന്നതല്ലേ ഇള വാങ്ങിയോ? എന്നാ മോനെ ഇവിടെ ഒപ്പിട്ടു, ഐശ്വര്യമായിട്ട് ഒപ്പിട്ടാണ് ഇതവിടെ. അതിന് മുനമ്പില്ല തോന്നല്ലേ? ഇതിനകത്തുള്ളതൊന്നും എഴുതൂല. ഇല്ല അത് എഴുതൂല. കോയ സാറേ അവിടെ എഴുതുന്ന പേന എഴുതുണ്ടോ? എന്താ അതിപ്പോ എഴുതണ്ടേ? ശരി, ഇവിടെ ഒന്നും എന്റെ കേസല്ലേ ഇവിടെ പേന ഇരിക്കണത്. അടുത്തത് ഒറ്റ നമ്മളെ ബുദ്ധിമുട്ടില്ല. നമ്മുടെ ഒപ്പ് എഴുതാനല്ല പറഞ്ഞത്, ഒപ്പ് ഇടാനാണ്. അതെന്റെ ഒപ്പ്. ഇതാണ് ഒപ്പ്. എന്താ അന്റെ ഒപ്പൊന്ന് ഇട് നോട്ട്. നമ്മുടെ എന്റെ തൊപ്പാണ്ടോ അത്? കള്ളിന് പുറത്തേക്കൊക്കെ പോയല്ലോ. മതി മതി. ശരി ശരി. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്തു, പുറത്തു പോയി ഒരു ചായ കുടിച്ചു നോക്ക് കേട്ടോ. ഞാൻ വരാം. ചായ കുടിക്കുള്ള പൈസ ഇല്ല നിങ്ങളെടുത്ത്. ഞാൻ വരാം. കുടിച്ചോ. സാറേ ഈ സർട്ടിഫിക്കറ്റ് വേഗം കിട്ടുമല്ലോ അല്ലേ? അത് കിട്ടും. അതിപ്പോ നാളെ തന്നെ കിട്ടും അല്ലേ? എന്താ വെച്ചാൽ ഇവൾക്ക് സൗദിയിൽ പോണ്ടതാണ്. എന്താ അച്ഛന് പോവാ? സൗദിയില് ഒരു ജോലി ശരിയായിട്ടുണ്ട്. ശരി. ബാംഗ്ലൂർ വെച്ചിട്ട് ഈ വെള്ളിയാഴ്ചയാണ് ഇന്റർവ്യൂ. അത് ശരി. ഞാൻ എന്താ ചോദിക്കണേ, നിങ്ങളോട് അച്ഛന് പോവാ ചോദിക്കണല്ലേ? അല്ലടോ, അപ്പൊ നിങ്ങൾ രണ്ടാളും പോകുന്നുണ്ടോ? ഇല്ല, രണ്ടാളില്ല, നിങ്ങൾ മാത്രമേ ഉള്ളൂ. എന്താടോ ചങ്ങായി, കല്യാണം ഇപ്പൊ കഴിഞ്ഞിട്ടല്ലോ? അല്ല, അവൾക്കാണ് ജോലി. അത് ശരി. അപ്പൊ തനിക്ക് ജോലിയൊന്നുമില്ലേ? എനിക്കിപ്പോ ജോലിയൊന്നുമില്ല. അപ്പൊ പിന്നെ നമ്മള് പോവന്നെ അല്ലേ? അല്ല സാറേ, എന്താ പുറത്ത് ഭയങ്കര ബഹളം കേൾക്കുന്നുണ്ടല്ലോ? അല്ല, അപ്പൊ നിങ്ങൾ പത്രം ഒന്നും വായിക്കില്ല? വായിക്കാറില്ല. ഞാൻ ഇപ്പൊ ഈ കല്യാണത്തിന്റെ ഒരു തിരക്കാവുകൊണ്ട് പിന്നെ നമ്മുടെ MLA കായൽ കയ്യേറ്റം പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞിരുന്നില്ലേ നിങ്ങള്? അത് നമ്മുടെ മുനിസിപ്പാലിറ്റി പരിധിയിലാണ് ഇപ്പൊ അത്. അപ്പൊ അതിന്റെ ഒരു അന്വേഷണമൊക്കെ ഇവിടെ വന്നപ്പോ ഇവിടെ കുറെ ഫയലുകളൊന്നും ബന്ധപ്പെട്ട് ഇവിടെ കാണാനില്ല. അപ്പൊ അതിന്റെ അന്വേഷണം വന്നപ്പോ ഇവിടുത്തെ കുറച്ച് സ്റ്റാഫുകളിലൊക്കെ പിടിച്ച് പുറത്താക്കി. അപ്പൊ അവരാണ് പകർന്ന് വേണണ്ടാക്കണേ. അല്ല സാറേ, ഈ ഓഫീസിൽ നിന്നൊക്കെ ഫയലുകൾ കാണാനില്ലാതെ ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അതൊക്കെ ഗുരുതരായിട്ടുള്ള വീഴ്ചയല്ലേ ശരിക്കും? പിന്നെ അതിപ്പോ ഈ ഓഫീസായി ബന്ധപ്പെട്ട് ഈ ജാതി രഹസ്യങ്ങളൊക്കെ. അല്ല, നിങ്ങള് മാരേജ് സർട്ടിഫിക്കറ്റിന് വന്നല്ലേ? അതെ. അന്ന് ഞാൻ എന്തിനപ്പോ നിങ്ങൾ ഈ ജാതി കഥക്കെ പറഞ്ഞാൽ നിങ്ങളെ മേടിച്ചോളീ പോയിക്കോളി. ഷാപ്പുള്ള സത്യ കോപ്പരോട് പറഞ്ഞു. മന്നതാ സാർ, പ്രിന്റ് ഒന്ന് എടുത്തോൾക്ക്. അല്ല സാർ, ശ്യാമള മേഡം വന്നിട്ടില്ലല്ലോ. എന്തിനാണ് ശ്യാമള മേഡം വരുന്നത്? ശ്യാമളയുടെ വായ കൂടെ പ്രിന്റ് വരുന്നത്. അതല്ല, ശ്യാമള മേഡം ആണല്ലോ അത് എപ്പോഴും കൈകാര്യം ചെയ്യുന്നത്. അതിന്റെ ശ്യാമള തന്നെ നോക്കിയിരിക്കുക. അപ്പൊ ആ പ്രിന്റ് മറ്റേ എന്താ അതിന്റെ പേര്? ആര് ജാതി പേരൊക്കെ ഇടുന്നത്? പ്രിന്റർ. അതെ, ആ ഒന്ന് എടുത്തു കൊടുക്ക് സാർ. ഞാൻ നേരത്തെ ഒരു 3 പ്രാവശ്യം പ്രിന്റ് എടുക്കാനായിട്ട് ശ്രമിച്ചു. അപ്പോഴൊക്കെ അതിൽ ERR06 എഴുതി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ERR06 എഴുതി കാണിച്ചുകൊണ്ടിരിക്കുക. അത് ഏടോ ഏറാറ് എന്നാണ് ആ കാണിക്കണത്. അതിനിപ്പോ എന്താണ് വിവരക്കെട്ട് കൈകാര്യം വെക്കാൻ എന്ത് വർത്താനം ഈ പറഞ്ഞത്? അതിപ്പോ ഇടക്ക് അങ്ങനെ പറഞ്ഞത്, അത് കുഴപ്പമില്ല, അന്ന് എടുത്തോളി. അല്ല, ഞാനത് കൈകാര്യം ചെയ്ത ശ്യാമള മേഡം വന്നിട്ട് വഴക്ക് പറയാം. അതെ, നിങ്ങൾ കാര്യം ചെയ്തോളി. നമ്മളെ സ്റ്റാഫില്ല. അപ്പൊ നിങ്ങൾ നാളെ പോകുന്നുള്ളൂ ഏത് തരത്തില്? നാളെ നേരത്തെ ഒന്നുള്ളൂ എടുത്താൽ നിങ്ങൾ കല്യാണം കഴിഞ്ഞൊരു യാത്രയൊക്കെ ആവട്ടോ. എന്നാ ശരി, ആയിക്കോട്ടെ.
8 മണിക്കൊന്നും കയറി വരല്ലോ കേട്ടോ. ചെങ്ങായി എന്തൊരു നാണം കെട്ട ഇടപാട്. ഒരാളൊരു പ്രിന്റ് എടുക്കാൻ പറഞ്ഞാൽ അതും കൂടി എടുക്കാറില്ല എന്ന് പറഞ്ഞാല് വായിക്കാൻ എനിക്ക് അറിയില്ല സാറേ. അതെ, ശ്യാമള മേഡം എന്നെ ഇതുവരെ അത് തൊടാൻ സമ്മതിച്ചിട്ടില്ല. എന്തേ സാറേ പേന അവിടെ വെച്ച് മരുവന്റെ തന്നെ ഇവിടെ പേനൊക്കെ കിട്ടിയ പിന്നെ കൊടുക്കുന്നില്ല. ഫയലുകൾ മുഖ്യമാന്യന്മാർ അകത്തിരുന്ന് സുഖിക്കുമ്പോൾ പാവം ഞങ്ങളുടെ മെമ്പർമാർ പണിയില്ലാതെ നടക്കുന്നേ. ശ്യാമള മേഡം പുതിയ ശീലങ്ങളൊക്കെ തുടങ്ങിയിരിക്കുന്നു. ഇപ്പൊ എല്ലാ ദിവസവും ഭയങ്കര പത്രവായനാണല്ലോ. അതിന് പത്രം വായിക്കാന്ന് ആര് പറഞ്ഞു? പിന്നെ സിനിമ പോസ്റ്റർ നോക്കണായിരിക്കും. എന്താണ് ഞാൻ കളിക്കണതാ. കളിക്കണ ആ പത്രം വെച്ചിട്ടാ? എന്താ കളി? സാറേ ഈ കാർഡ് കണ്ടോ സാറ്? മനോരമ പത്രം മേടിക്കുമ്പോഴേ ഇനി മുതല് ലക്കി ഡയമണ്ട് എന്ന് പറഞ്ഞിട്ട് കളിക്കാൻ വേണ്ടി ഒരു കാർഡും കൂടി കിട്ടും. ഇതെങ്ങനെ കളിക്കുന്നതെന്ന് പറയേ. ഭയങ്കര ഈസിയാ കളിക്കാൻ. അതെ സാർ നോക്ക്, കൊറേ നമ്പേഴ്സ് ഇല്ലേ ഇതിനകത്ത്? ഓരോ ദിവസവും ഓരോ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോ നവംബർ 12. നവംബർ 12-ാം തീയതി എന്റെ നമ്പർ 142 ആണ്. ഈ നമ്പർ മനോരമ പത്രത്തിന്റെ 3-ാമത്തെ പേജിലുണ്ടെങ്കിൽ സമ്മാനം കിട്ടി. അതെ. ആ എന്തോ സമ്മാനം? അത് ചിലപ്പോ ഒരു ദിവസം സ്വർണ്ണ നാണയായിരിക്കും, വേറെ ദിവസം ഡയമണ്ട് ആയിരിക്കും, പിന്നെ ഒരു ദിവസം കാറായിരിക്കും. എന്നാലും നമുക്ക് ചെലവില്ലാതെ ഒരു സമ്മാനത്തിനുള്ള വകയുണ്ടല്ലേ? പിന്നെ അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ ഞാനും എന്റെ വീട്ടിൽ മനോരമ പത്രം വരുത്തുമല്ലോ. അപ്പൊ സാറിനും കിട്ടും സമ്മാനം. ആരെങ്കിലും കാണാതെ മതി, വെറുതെ ഇരുന്ന് അല്ലറണ്ട. ഒരു മിനിറ്റ് ഒന്ന് പറഞ്ഞോട്ടെ. അതൊന്ന് പറയട്ടെ. എന്താണ് സാറേ ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ്? മാരേജ് സർട്ടിഫിക്കറ്റ്. നിങ്ങൾ ഓഫീസിലാന്ന് ചോദിക്കാൻ ഇവിടെ ഈ വൈകിട്ട് വെച്ചാ ചോദിക്കണേ. അല്ല സാർ എന്ന് തരാന്ന് പറഞ്ഞു. അതെ ഞങ്ങക്ക് തലക്ക് പ്രാന്തോ നടക്കുന്നത്. ഞങ്ങൾ ഒരു അത്യാവശ്യ കാര്യത്തിന് പോവാണ്. സാർ കുറച്ച് ധൃതിയിലാണ്. MLA കായൽ ഇടിച്ചു നിർത്തിയ ഇതുണ്ടല്ലോ, അതിനെപ്പറ്റി അന്വേഷിക്കാൻ കളക്ടറേറ്റിലേക്ക് കളക്ടർ വിളിപ്പിച്ചിട്ട് പോവുക. നിങ്ങൾ അവിടെ പോയിക്കോളൂ. ഞങ്ങൾ ഇപ്പൊ ഈ കഥക്കെ പലർത്ത് പറയാൻ നടക്കാണ്. നടക്കണോ അല്ലെങ്കിൽ നേരെ വൈകി ആ മേടെ അടവൊക്കെ മുകളിലുണ്ട്. അങ്ങനെയല്ലേ നല്ലോണം അവിടെ ഇരുന്ന് മുക്കിക്കോ. സാർ ഇങ്ങനെ ആരെങ്കിലും വരുന്ന തോന്നുമ്പോഴത്തേനും ഇങ്ങനെ പേടിക്കാൻ നിൽക്കണ? അല്ലേ ഈ ഓഫീസിൽ ആപ്പാടെ പേടിച്ചിട്ടായിരിക്കണം. അങ്ങനത്തെ 2 പുലികളല്ലേ ഫ്രണ്ട് ഇരിക്കുന്നത്. എനിക്കാരും പേടിയില്ലല്ലോ. നടന്ന സ്വന്തം ഭർത്താവിനെ പോലും പേടിയില്ലല്ലോ. സാർ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണ്ട. ആ ഒരു സത്യം പറഞ്ഞതാണേ. ഇവരാണ് ഇന്നലെ പറഞ്ഞില്ല നേരത്തെ. നമസ്കാരം മാഡം, ഞങ്ങൾ ഇന്നലെ വന്നിരുന്നു. മാരേജ് സർട്ടിഫിക്കറ്റിനല്ലേ? അത് ശരിയായിട്ടില്ല. ശരിയാകുമ്പോ വിളിക്കാൻ നിങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യൂ. അല്ല സെക്രട്ടറി പറഞ്ഞു ഇന്ന് വന്നാ മതി, അപ്പൊ പ്രിന്റ് എടുത്ത് തരാന്ന് പറഞ്ഞല്ലോ. സെക്രട്ടറിക്ക് ഇങ്ങനെ ഓരോന്നിരുന്ന് പറഞ്ഞാൽ മതി. അത് പുള്ളിയല്ലോ ശരിയാക്കണേ, ഞാനല്ലേ ശരിയാക്കി തരേണ്ടത്. അതാണ് നിങ്ങളോട് പറഞ്ഞത്, പുറത്ത് വെയിറ്റ് ചെയ്യൂ, ഞാൻ ശരിയാവുമ്പോ വിളിക്കാം. മാഡം നിങ്ങളോടല്ലേ പറഞ്ഞത് പുറത്തേക്ക് നിൽക്കാൻ, വെയിറ്റ് ചെയ്യാൻ? മാഡം എന്റെ ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. പെട്ടെന്ന് കിട്ടിയ ഉപകാരമായിരുന്നു. അതെ, ഇവിടെ വരുന്ന എല്ലാ അപേക്ഷകളും അത്യാവശ്യമുള്ള, നിങ്ങൾക്ക് മാത്രം പ്രത്യേകതയൊന്നുമില്ല. ഇനി ഞാൻ കൂടുതൽ എന്തെങ്കിലും പറയണോ നിങ്ങളോട്? അതെ മാഡം, ഈ മേലുദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, ഇവരുടെയൊക്കെ മുമ്പിൽ ഷൈൻ ചെയ്യാൻ വേണ്ടി വാ തുറന്ന് അങ്ങനെ വലിയ ഇതൊക്കെ പറയുവേ. മാഡം അതൊക്കെ ചെയ്തു കൊടുത്താൽ. ഓ എന്തൊരു ചൂടാവില്ലായിരുന്നു ആ സ്ത്രീ. തലക്കൊന്നര കൊടുക്കാൻ എനിക്ക് തോന്നിയത്. വൃത്തിയിട്ട സാധനം. നമ്മള് പറയുന്നൊന്നും കേൾക്കുന്നു കൂടിയില്ലേ? ഒരു ചീമ പോർക്കല്ലേ അയാള് കാലം പറയുന്നുണ്ടോ? മറ്റേപ്പോ അങ്ങനല്ലേ? എത്ര പേരും പഠിച്ചിട്ടുണ്ട് എന്തോ. പൊട്ടനാ ഇനി നിനക്ക് ക്ഷീണം കേട്ടോ. അതന്നെയാ പോണ്ട കാര്യമല്ല വെച്ചിട്ടുള്ള ടെൻഷനാ. ടെൻഷൻ അടിക്കുന്ന പാട്ട് എന്തിനാണ് ടെൻഷൻ അടിക്കണം? ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. ആരെയൊക്കെ കാണൂട്ടോ.
എടാ രതീഷേ, മരിച്ച വീട്ടിലിരിക്കണ പോലെ ഇരിക്കാതെ ഒന്ന് വിളിക്കടാന്ന്. ഭാര്യേതാ ഇങ്ങനെ വിളിച്ചോണ്ടിരുന്നാ മതിയാ? എന്താ ഭക്ഷണം കഴിക്കണ്ടേ? ഭക്ഷണം കഴിക്കാനോ? ബിരിയാണി മേടിച്ചിടാന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചിക്കൻ ബിരിയാണി. എടാ 1.5 മാസമായിട്ട് എല്ലാത്തിനെയും തീറ്റി പോറ്റണ ഞാനാണ്. ഈ രാഘവൻ ചേട്ടനും തിരിച്ചു കയറേണ്ട ആളല്ലേ? എന്തേലും കയ്യിൽ നിന്ന് ചെലവാക്ക്. എന്റെ അടുത്ത് പൈസയൊന്നും ഇല്ലാന്ന്. ആ മോന്റെ സ്വഭാവം തന്നെ കാണിച്ചോ. 10 പൈസ ചെലവാക്കരുത്. മാഡം നിങ്ങൾ ലീവ് എടുത്തത് മണ്ടത്തരമായി പോയി. ഋഷിദിക്കയുടെ കടയിൽ നല്ല നൊത്തോലി ഫ്രൈ ഉണ്ടായിരുന്നു, പക്ഷെ ഇന്ന് ചെമ്മീൻ ഫ്രൈ ഉണ്ട്. മാഡം ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് ആയോ? ആകുമ്പോ പിടിക്കാന്നല്ലേ നിങ്ങളോട് പറഞ്ഞത്? ഞാൻ പിടിച്ചില്ലല്ലോ, അപ്പൊ ആയിട്ടില്ല. അല്ല ഇപ്പൊ ഉച്ചയില്ലേ? ഉച്ചയായി, ഭക്ഷണം കഴിക്കണ്ടേ? ഉച്ചയാകുമ്പോ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ശരിയാക്കിക്കൊണ്ടിരുന്നാ മതി. മാഡം ചെമ്മീൻ ഫ്രൈ തീർന്നു പോകുമ്പോ ആകുമ്പോ പിടിക്കാൻ പറ്റൂല, അവിടെ വെയിറ്റ് ചെയ്തെങ്കിൽ പോ. പിന്നല്ലാതെ ഇപ്പൊ ഒന്നും കഴിക്കണ്ട, അത് കിട്ടിയിട്ട് പോയാൽ മതി. മാഡം ഞങ്ങളെ വിളിച്ചില്ല മാഡം. വിളിച്ചില്ല, അത് റെഡിയായില്ല. അതെന്താ റെഡിയാവാത്? സമയം കഴിഞ്ഞു പോയില്ലേ? എനിക്ക് വീട്ടിൽ പോകണ്ടേ? നിങ്ങളത് റെഡിയാക്കി കൊണ്ടിരുന്നാ മതിയോ? അതെ, നാളെ ഇവൾക്ക് ഇന്റർവ്യൂ ഉണ്ട് ബാംഗ്ലൂർ, അതിന് പോകണം. നിങ്ങൾ ബാംഗ്ലൂർ എങ്ങോട്ടെങ്കിലും പോയാൽ ഞാനെന്ത് വേണം? നാളെ വരെയാണെങ്കിൽ തലയിലേക്ക് നിങ്ങളുടെ നീ നല്ല സൂപ്പർ നാടകമാണ്. 6 മണിക്ക് തുടങ്ങുന്നത്, ചിരിച്ചു മരിക്കാം. സാറേ ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് എവിടെ? സർട്ടിഫിക്കറ്റ് മാഡം എന്താ പറഞ്ഞ? മാഡം പറഞ്ഞ അവർക്ക് സൗകര്യം എടുത്തു തരാന്ന്. അപ്പൊ അത് തന്നെ എനിക്കും പറയാനുള്ളത്. അതെ, രാവിലെ 9 മണിക്ക് ഞങ്ങൾ ഇവിടെ വന്നു നിൽക്കുന്നതാണ് അല്ലേ? ഞങ്ങൾ പറഞ്ഞു 9 മണിക്ക് ഇവിടെ നിൽക്കാൻ. ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞോ? വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഓരോ കാര്യങ്ങൾ സർക്കാർ കാര്യങ്ങളാണ്, അതിന് സമയം എടുക്കും. എന്ത് സമയം എടുക്കും? ഒരു മാസമായില്ല നിങ്ങൾ ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല, ഓരോന്നിനും അതിന്റെ സമയമുണ്ട് ചേട്ടാ. എനിക്ക് ഇന്ന് എന്റെ സർട്ടിഫിക്കറ്റ് കിട്ടും, നാളെ എനിക്ക് വേറെ ആവശ്യമുള്ള. ഇന്ന് സർട്ടിഫിക്കറ്റ് 5 മണി ഓഫീസ് കഴിഞ്ഞില്ല, സമയം താക്കോൽ എടുത്ത് കളിക്കരുത്. ഒരു മാസമായിട്ട് ഞാൻ കയറി ഇറങ്ങാണ് മാരേജ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട്. രാവിലെ ഈ സാധനം ഞങ്ങൾ കിട്ടണം, ബാംഗ്ലൂർ പോകാനുള്ളതാണ്. ഇവര് ഞാൻ രാവിലെ 9 മണിക്ക് ഇവിടെ വന്ന ഈ ഓഫീസിനകത്ത് ഇവര് പറഞ്ഞത് വെയിറ്റ് ചെയ്ത് തരാന്ന്. 5 മണി ഇതുവരെ തന്നിട്ടില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് ഞങ്ങൾ പോകുള്ളൂ. മാരേജ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ 7 ദിവസം പോരെ? 1 മാസമല്ലോട് ഇവര് കയറി ഇറങ്ങാൻ. അത് കുറച്ച് ടെക്നിക്കൽ എന്ത് ടെക്നിക്കൽ ഒരു ടെക്നിക്കൽ എററോ? ചേട്ടാ, സർക്കാർ ഉദ്യോഗസ്ഥരെ ദേഹത്തോട്ട് കളിക്കരുത്. അതെ, ആ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടേ ഞങ്ങളിന്ന് പോകുള്ളൂ. ഞങ്ങൾ ഇതിന്റെ ഉള്ളിൽ ഇരിക്കാം. അതെങ്ങനെ ശരിയാവൂല? അത് ശരിയാവുന്ന സാറിനെ. ഹലോ സാറേ, അതെ ഞാൻ ഇവിടെ ആകെ പ്രശ്നമാണ് സാർ. വീട്ടിലല്ല, ഓഫീസിൽ നിൽക്കുവാ ഞാൻ. ഒരു ഭാര്യയും ഭർത്താവും ബലാത്കാരമായി നമ്മുടെ ഓഫീസിനകത്ത് കയറി ഇരിക്കുകയാണ്. കൂട്ടാൻ സമ്മതിക്കുന്നില്ല, അവർ പോകുന്നില്ലാന്ന്. സാർ പറഞ്ഞു, പെട്ടെന്ന് പറഞ്ഞു സാർ. ഓക്കെ കാര്യ ഇതൊന്നും ശരിയല്ല കേട്ടോ. കച്ചവട ടീമുകളാണ് സാറേ ഉള്ളിയുടെ കയ്യിൽ കടിച്ചേ. ഓഫീസിൽ കയറി കുത്തിരിക്കണത് നിയമം കയ്യിലെടുക്കാങ്ങള്. നിങ്ങൾക്ക് കുടുംബത്തിക്കൊന്നും പോകണ്ട, എന്താ ഇവിടെ കുത്തിരിക്കണങ്ങള്? ഞങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടേ ഞങ്ങൾ ഇവിടെ പോകുള്ളൂ. അതന്നെ കണക്ക്. 1 മാസം മുമ്പ് നിങ്ങൾക്ക് അപേക്ഷ തന്നതല്ലേ? നിങ്ങൾ പറഞ്ഞ രേഖകൾ മുഴുവൻ കൊണ്ടെത്തന്നു. സാക്ഷികൾ വേണമെന്ന് പറഞ്ഞു, സാക്ഷികൾ കൊടുത്തു. മിനിഞ്ഞാന്ന് ഇവിടെ വന്നു, ഇന്നലെ വന്നപ്പോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സാധനം തരായിരുന്നില്ലേ, പ്രിന്റ് എടുത്ത് തരായിരുന്നില്ലേ? അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞ് നാളെ വാന്ന്? ഞങ്ങൾ രാവിലെ 9 മണി മുതൽ ജലപാനം പോലും കഴിക്കാതെ ഇവിടെ ഇരിക്കുകയാണ്. സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് ഞങ്ങൾ പോകുള്ളൂ. എന്താണ് കൊടുക്കാൻ? ശ്യാമള മാഡം പറഞ്ഞു അതിലെന്തോ കംപ്ലൈന്റ് ഉണ്ട്. എന്റെ മൺമരങ്ങൾ ചോദിക്കുമ്പോ ശ്യാമള പറഞ്ഞു, അവര് പറഞ്ഞവര് എന്താണ് ഇതിന്റെ കംപ്ലൈന്റ്? നാളെ ഇന്റർവ്യൂ ആണ് അവർക്ക് ബാംഗ്ലൂര്. അതിന് പോയി ജോലിക്ക് പോകും. ഇത് വെറുതെ തമാശ കളിക്കേണ്ട കാര്യമില്ലാട്ടാ മന്മത, ഇത് പറയണത് കൂട്ടാക്ക്. ഇത് ആരാണ് റിപ്പയറിംഗിന്റെ ആളുണ്ടല്ലോ ഇവിടെ? റിപ്പയറിംഗിന്റെ ഒരു സതീശനാണ്. വിളിക്കണം. അതെ, അതിനൊരു കംപ്ലൈന്റും ഇല്ല. ഇവർക്ക് അറിയാൻ എടുക്കാം. നിങ്ങൾ ഈ ഓഫീസിലേക്ക്
ഓഫീസിൽ കയറി അതിക്രമണമായി ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ എടുത്തു തരുന്നത് അതാ പറഞ്ഞ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ അങ്ങനെ വെറുതെ തിക്കുന്നിരക്കുണ്ടാക്കല്ലേ. സാറേ പുറത്താ പ്യാരിജാതനൊക്കെ ഇരിക്കുന്നുണ്ട്. ഓരിത് പുറത്തറിയിച്ചിട്ടുണ്ടെങ്കിൽ ചാനലുകാർ മുഴുവൻ അറിയും, പത്രക്കാരറിയും, എല്ലാവരും ഇവിടെ എത്തും. ഇവിടെ ഓഫീസിൽ നാണക്കേടാണ്. അതെ സാറേ, വളരെ മോശമായി പോകുന്നു. എന്ത് മോശം? ഒരു 100 പ്രശ്നങ്ങളാണ് ഈ ഓഫീസിൽ. ചെയർമാൻ എടോ, പത്രക്കാരും ചാനലുകാരും നാട്ടുകാരും മാത്രമല്ല MLA വരെ അറിഞ്ഞു. MLA വിളിച്ചു പറഞ്ഞിട്ടാ ഞാൻ വരുന്നത്. ഞങ്ങൾ 1 മാസം മുമ്പ് അപ്ലിക്കേഷൻ കൊടുത്താണ് സാറേ മാരേജ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട്. അതിന് എത്രയാണ് കയറി ഇറങ്ങിയത് ഒരു കണക്കില്ല. പോയ സാറേ, 7 ദിവസത്തിന്റെ ഉള്ളില് മാരേജ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം എന്നല്ലേ? നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? നിങ്ങൾ ഇരിക്കും. എന്താ പോയ സാറേ പ്രശ്നം? സാറ് ഞാൻ എന്റെ ടേബിളിൽ വരുന്ന പേപ്പേഴ്സ് ഒക്കെ അതാത് സമയത്ത് കൃത്യമായിട്ട് ജോലി ചെയ്ത് തീർക്കണ്ട്. പിന്നെ അതിനുശേഷം ഇവിടെ എന്താ നടക്കണമെന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റില്ല. ഒരു 100 കൂട്ടം കാര്യങ്ങൾക്ക് ഞാൻ ഇവിടെ നിന്ന് പുറത്തു പോകുന്നുണ്ട്. എനിക്ക് ഈ ഒരു കാര്യം മാത്രം നോക്കിയിരിക്കാൻ പറ്റും, ഇവിടുത്തെ സർട്ടിഫിക്കറ്റും മാത്രം നോക്കിയിട്ട്. നിങ്ങൾ സെക്രട്ടറിയാണ്, നിങ്ങളുടെ കീഴ് ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യുന്നില്ല എന്നുള്ള ഉത്തരവാദിത്വം കൂടി നിങ്ങൾക്കുണ്ട്. സാറേ ഞാൻ പറയുന്നുണ്ട്, എന്നെ കൊണ്ട് കഴിയാവുന്നതിന്റെ പരമാവധി ഹെൽപ്പുകളും ഞാൻ ചെയ്യുന്നു. എന്താ പിന്നെ ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വഴുകാനുള്ള കാരണം എന്താ? ഇവിടെ ഏൽപ്പിച്ചു പോയതാ. ആരെയാണ്? മന്മഥനെ ഏൽപ്പിച്ചാണ്. മന്മഥൻ പറയൂ എന്താ കാര്യം? ശ്യാമള പറഞ്ഞു എന്തോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു, അതെനിക്ക് അറിയില്ല സാർ. ഇത് ഞങ്ങളുടെ ജീവിത പ്രശ്നമാണ് സാറേ. ഇവൾക്ക് നാളെ ബാംഗ്ലൂരിൽ ഇന്റർവ്യൂ ആണ്. അപ്പൊ അതിന് ചെല്ലണമെങ്കിൽ ആദ്യം ഈ സർട്ടിഫിക്കറ്റ് വേണം. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്, അല്ലാതെ മനഃപൂർവ്വം ചെയ്തത്. സാറേ, അവർക്ക് എത്രയും പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് റെഡിയാക്കി കൊടുക്കൂ. ശ്യാമള എന്നിട്ട് ശ്യാമള എവിടെ? അവർ വീട്ടിൽ പോയി സാർ. എത്രയും പെട്ടെന്ന് വരാൻ പറ. വിളിക്കാം. ഇല്ലെങ്കിൽ എനിക്ക് ജോലിക്ക് വരണ്ടെന്ന് പറ. ഓക്കെ സാർ. ശ്യാമള പെട്ടെന്ന് ഓഫീസിലേക്ക് വരണം, ഇല്ലെങ്കിൽ ഒരു പണി പോകും. ഇവിടെ ചെയർമാനൊക്കെ വന്നിട്ടുണ്ട്. പെട്ടെന്ന് ഞങ്ങളൊക്കെ ഓഫീസിലുണ്ട്. വേഗം പോരും. നിങ്ങൾ എന്തെങ്കിലും കഴിച്ചോ? ഇല്ല സാർ, ഒന്നും കഴിച്ചിട്ടില്ല. അവർക്ക് ചായ കടി എന്തെങ്കിലും കൊണ്ടു കൊടുക്ക്. ചായ മസാലോശി മതി. വേണ്ട വേണ്ട, ഒന്നും വേണ്ട, ഒന്നും വേണ്ട. അത് വേണ്ട, എന്തെങ്കിലും കൊണ്ടുവന്ന് കൊടുക്കല്ലേ? സാറിന് വേണം. എനിക്ക് വേണ്ട. നിങ്ങൾ ഈ ഉദ്യോഗസ്ഥരെല്ലാം ജോലിയിൽ ഇങ്ങനെ അനാസ്ഥ കാണിക്കുമ്പോഴേ അതിന് പഴി കേൾക്കേണ്ടി വരുന്നത് ഞങ്ങൾ ജനപ്രതിനിധികളാണ്. ഇത് നിങ്ങൾക്ക് വല്ല ഉപകാരമുള്ള കാര്യമാണെങ്കിൽ പെട്ടെന്ന് ചെയ്തു കൊടുക്കുമല്ലോ. കുറച്ചൊക്കെ ജനസേവനം ചെയ്യാൻ പഠിക്കണം. സാറേ ഇത് അങ്ങനെ പറയല്ലേ, ഇത് ഇവിടെ മനഃപൂർവ്വം ചെയ്യുന്ന കാര്യങ്ങളല്ല. അങ്ങനെയാണെങ്കിൽ രാവിലെ 9 മണി മുതൽ 5 മണി വരെ ഞങ്ങൾ ഇരുത്തിയതിനാണ്. ഇപ്പൊ സമയത്ത് 7:30 എന്റെ മൊയ്തോ ഒന്ന് ശരിയാക്കി കൊടുക്കണ്ടേ മൊയ്തോ? നോക്കട്ടെ സാർ. പേരെന്ത്? പേര് സത്യശീലൻ. സത്യശീലൻ സുലോച. എടു മാറിക്കണം. ഇത്ര നേരം പറ്റിയില്ല, അപ്പൊ അതിന്റെ ഒരു മന്ദ എൻട്രി ഒന്നും ഇതിനകത്ത് കാണുന്നില്ല. ഇത് എവിടെ പോയത് അറിയില്ല സാറേ. ശ്യാമള മാഡം വേറൊരു ഫോൾഡറിൽ ലോക്ക് ചെയ്തിട്ടുണ്ടാവും. എന്ത് ലോക്ക് ചെയ്തിട്ട് സ്വർണ്ണ ലോക്ക് ചെയ്യാനായിട്ട് അടാക്കിലെ ഓരോ കാര്യങ്ങള്. അതെ, നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി ഞങ്ങൾ ഇനി കല്യാണം കഴിക്കണം. പിന്നെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്നും കൂടി തന്നാലേ. സൗകര്യമില്ല തരാന്. എന്താ മോദി സാറേ പറയണത്? ഈ രാത്രി പോയിട്ട് അവർ എവിടുന്ന് റെക്കോർഡുകൾ എടുത്തോണ്ടിരാനാ? എല്ലാ പേപ്പേഴ്സും തരാൻ പറഞ്ഞ് തന്നിട്ടല്ലേ ഇന്ന് പേപ്പർ കൊടുക്കാന്ന് പറഞ്ഞ്. അതെ, എങ്ങനെയെങ്കിലും ഒന്ന് നോക്കണ്ടേ മൊയ്തോ? സാർ ഇല്ല സാർ, ഞാനിവിടെ മുനിസിപ്പാലിറ്റിയിലെത്തി. എല്ലാം സംസാരിച്ച് റെഡിയാക്കി സാർ. അതെ, സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഇപ്പൊ കൊടുക്കും സാർ. ശരി. MLA ആണ് വിളിച്ചു, ഒന്ന് വേഗം ശരിയാക്കി കൊടുക്കണോ? നോക്കാണ് സാറേ, നോക്കാണ്. ഒന്ന് ശരിയാക്കണ്ടേ മൊയ്തോ? അത് നോക്കാണ് സാർ. ഇപ്പൊ ശരിയാക്കാം. എടോ അത് ശരിയാക്കണോ? ശ്യാമള മാഡം വന്നിട്ട് ശരിയാക്കും. നോക്കണം. ശ്യാമള എവിടെ? പോയിട്ട് സാറേ വരും. ഒന്ന് നോക്കാം, ചിലപ്പോ അനുസരിച്ചിട്ടാവും കിട്ടാത്ത. സാറേ മറ്റേ PP സതീഷിനെ വിളിക്കണോ? ടെൻഷൻ കൊണ്ട് താൻ പോയവിടുന്ന് തന്നെ കാണാൻ, തന്നെ ഇലിഞ്ഞ മോന്ത കാണാണ്ടിരിക്കാൻ.